ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് എംബ്രോയ്ഡറിയുടെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലൈനുമ്മ കൂടെ നമുക്കിനി ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു വൈറ്റ് കളർ ത്രെഡ് എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു 4-5 ടൈപ്പ് വെറൈറ്റി സ്റ്റിച്ചസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എംബ്രോയ്ഡറിയുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 38-39 സ്റ്റിച്ചോളം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കാം. എല്ലാ സ്റ്റിച്ചസും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ചെയിൻ സ്റ്റിച്ച് എല്ലാവരും പഠിക്കുക. അപ്പോൾ ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു ലൈൻ മൊത്തം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ഒരു വലിപ്പത്തിലാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് നോക്കുക. ഇതേപോലെ നമ്മൾ ത്രെഡ് കുത്തിയെടുത്തിട്ട് കുറച്ച് മുന്നിലോട്ടായിട്ട് കുത്തിയിട്ട് ആ സൂചിയുടെ മുകളിലും കൂടെ ആയിട്ട് നമ്മുടെ ത്രെഡ് ഉണ്ടല്ലോ, ത്രെഡിനെ നമ്മൾ ഇതുപോലെ ചുറ്റിയെടുക്കാം. കണ്ടോ, ഈ ഒരു പോർഷനിൽ നിന്ന് കുത്തി കുറച്ച് ഫ്രണ്ടിലോട്ട് കുത്തിയിട്ട് ആ ഒരു ത്രെഡിനെ നമ്മുടെ നീഡിലിൻ്റെ മുകളിലൂടെ ആയിട്ട് നമ്മളൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് നമുക്ക് കിട്ടും. ഇതുപോലെ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറിയുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ എംബ്രോയ്ഡറി സ്റ്റിച്ചസിൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് അതൊന്ന് നോക്കി നോക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ എംബ്രോയ്ഡറിയുടെ വീഡിയോസ് കാണുന്നവർ വളരെ കുറവാണ് കേട്ടോ. നമുക്ക് തീരെ വ്യൂസ് ഇല്ല എംബ്രോയ്ഡറിയുടെ വീഡിയോസിനൊന്നും. അപ്പോൾ കാണുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോസ് നല്ലതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അവിടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ത്രെഡ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 6 സ്റ്റാൻസിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഒരു 3 സ്റ്റാൻസിൽ നമുക്ക് വേറൊരു കളറിൽ ത്രെഡ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെയിൻ അവിടെ സെറ്റായി. ഇനി ഞാൻ വേറൊരു കളറിൽ ത്രെഡ് എടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ഒരു ബ്ലൂ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ഇതുപോലെ മൂന്നെണ്ണം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 6 സ്റ്റാൻസ് ആണ് നമുക്ക് നോർമൽ എംബ്രോയ്ഡറി ത്രെഡ് വരുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ പകുതിയാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ആ 3 ഉണ്ടല്ലോ, 3 എടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതിനെ നീഡിലിൽ കോർത്ത് കെട്ടിട്ടെടുക്കുക. നമ്മളെപ്പോഴും എംബ്രോയ്ഡറി ചെയ്യാൻ എടുക്കുന്ന പോലെ. ദെൻ താഴേന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് ഇനി ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. കണ്ടോ, ജസ്റ്റ് താഴെ കുത്തുക, മുകളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കാം. ഈസിയാണ് അത് ചെയ്യാനായിട്ട്. പക്ഷെ ഇത്രയും ചെയ്ത് വരാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് വന്നിട്ടില്ലേന്ന് മനസ്സിലാവുക. അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, ആ വൈറ്റ് കളറിൽ നമ്മൾ കൊടുത്തത്, അത് നമുക്ക് കാണാനായിട്ട് പാടില്ല. മുഴുവനായിട്ടും ഈ ഒരു ബ്ലൂ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം. താഴെ ഒരു ചെയിൻ സ്റ്റിച്ച് പോയിട്ടുണ്ടെന്ന് നമുക്കിത് അവസാനം ചെയ്യുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ച് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് പുതിയൊരു സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.